അപ്പോൾ നമ്മളിന്ന് ടൈഗർ ചെമ്മീനും കൊണ്ട് ഒരു അടിപൊളി കറി ഉണ്ടാക്കാനായി പോവാണ്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ആദ്യം നല്ല വലിപ്പമുള്ള സാധനമാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് നേരെയാക്കാൻ വലിയ പണിയൊന്നുമില്ല. ഇതിന് പതുക്കെ ഇതിൻ്റെ മണ്ട ഈ തലയോട്ടി ഒന്ന് എടുക്കാം. ശേഷം നമുക്ക് ഇതിൻ്റെ ഇത്രയും ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇവിടെയൊക്കെ ഇറച്ചിയുണ്ട് ഇതിലൊക്കെ. ഇത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അത് ശേഷം നമുക്കിതിൻ്റെ ഓരോ ഷർട്ട് ഇങ്ങനെ ഓരോ ഇതളുകളായിട്ട് പതുക്കെ അടർത്തിയെടുക്കാം. അപ്പോൾ കാലൊക്കെ ചേർന്ന് ഇത് വരും. അല്ല, ഇതെടുക്കുമ്പോൾ തന്നെ കാലും വരും. വേണോ ഇന്ന് വലിച്ച സംഗതി വന്നു. ഇനി നമുക്കിതിനകത്തൊരു ഞരമ്പുണ്ട്. ആ ഞരമ്പിന് നമുക്ക് ഒരു കത്തി ഇങ്ങനെ ഉപയോഗിച്ച് പതുക്കെ കീറുക. ഇതുവരെ ഇങ്ങനെ അറുത്ത് കൊടുത്തിട്ട് ഇതിനകത്ത് കുറച്ച് കൊഴുപ്പും വലുതായതുകൊണ്ട് കുറച്ച് കൊഴുപ്പും ഞരമ്പൊക്കെ കാണും. ഇല്ലെങ്കിൽ ഞരമ്പ് മാത്രം ഉണ്ടാവുള്ളൂ. ഈ കാണുന്നതാണ് ഇതിൻ്റെ ഞരമ്പ്. വേസ്റ്റാണ് ഈ സാധനം. ഇതാണ് ഇതിൻ്റെ ഞരമ്പ്. ഇതിന് നമുക്ക് എടുത്ത് കളയണം. ഇല്ലെങ്കിൽ വയറൊക്കെ വേദനിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അത്രയേ ഉള്ളൂ. ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇതിൽ ചെറുതാണെങ്കിൽ തലയിൽ ഇറച്ചിയൊന്നും ഉണ്ടാവില്ല. വലുതായപ്പോൾ കുറച്ച് ഇറച്ചി തലയ്ക്കകത്തുണ്ടാവും. ഇതിൽ ഇതുപോലെ ബ്ലാക്ക് കളറുണ്ട്, റെഡും ഉണ്ട്. ഇതിൽ അത് ബ്ലാക്കാണിത്. ബ്ലാക്ക് കളറും റെഡ് കളറും ഉണ്ട്. ഏകദേശം നേരെ കഴിഞ്ഞു. ഇത് 1 കിലോ വാങ്ങിയാൽ 1/2 കിലോനെ ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ വേസ്റ്റാണ്. നമുക്ക് കഴുകിയെടുക്കാം. കുറേ ഉണ്ടായിരുന്നതാണ്. നന്നായി കഴിയുമ്പോൾ കുറച്ചേ ഉള്ളൂ. നല്ലപോലെ കഴുകിയെടുക്കണം. ഒരു 3-4 തവണ നല്ലപോലെ കഴുകണത്. നമ്മളൊരു 3-4 തവണ കഴുകിയിട്ടുണ്ട്. നമ്മുടെ തീ നല്ലോണം കത്താൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊരു ഉരുളി വെച്ച് കൊടുക്കാം. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നല്ല ആട്ടിയ വെളിച്ചെണ്ണയാണ്. നമുക്ക് കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളിയാണ് എല്ലാ കറികൾക്കും ടേസ്റ്റ്. പക്ഷെ അത് പൊരിക്കാനുള്ള പാടാണ്. അതാണ് ബുദ്ധിമുട്ട്. ചെറിയുള്ളി വെളിച്ചെണ്ണ ഇട്ടപ്പോൾ തന്നെ ഒരു മണം. ഇതൊന്ന് നല്ലൊരു ബ്രൗൺ കളറായി വരണം. ഉള്ളി വാടി വന്നിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പച്ചമുളക്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചാണ്. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരട്ടെ. കുറച്ച് തക്കാളി, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ തക്കാളിയൊക്കെ പെട്ടെന്ന് ഉടഞ്ഞ് വരും. കല്ലുപ്പാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി മതി. മുളക് പൊടി മണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഒരല്പം ജീരകപ്പൊടി,
മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. എന്താ ചന്തമില്ലേ. അതൊന്ന് വേവിച്ചെടുക്കണം. ആദ്യം നമുക്കൊരല്പം വെള്ളം ഒഴിച്ച് വേവിക്കാം. ഒരല്പം വെള്ളം ഒഴിച്ച് വേവിക്കാം. ഒരുപാട് വെള്ളം വേണ്ട, ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 5 മിനിറ്റ് അടച്ച് വയ്ക്കാം. തുറന്ന് നോക്കാം. സംഗതി വെന്തിട്ടുണ്ടാവും. നമുക്ക് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ച് കുറച്ച് നേരം തിളപ്പിച്ചാൽ നല്ലോണം വേവും. നമുക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിക്കാം. ഒരു 5 മിനിറ്റ് കൂടെ അടച്ചു വയ്ക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അടിപൊളിയായിട്ടുണ്ട്. നമുക്കിനി 1-2 സാധനം കൂടി ചേർക്കാനുണ്ട്. ഗ്രേവി ഇരിക്കട്ടെ. നമ്മൾ ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടി പോകണം. കുറച്ച് ഗരം മസാല, കുറച്ച് മല്ലിയില ഇട്ട് വെക്കാം. സംഭവം അടിപൊളിയായിരുന്നു. നമുക്കിനി ഇറക്കാം. ഇറക്കി വയ്ക്കാം. മതി. നമ്മുടെ കറി നമുക്കൊരു ബേസിനിലേക്ക് മാറ്റാം. അടിപൊളിയല്ലേ ചെമ്മീൻ. എന്താ ഗ്രേവിയൊക്കെ. നമുക്ക് പൊറോട്ടയോ ചോറോ എന്തിനോട് വേണമെങ്കിലും കഴിക്കാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ചെമ്മീൻ മണം വരുന്നുണ്ട് സതീഷേ. പാരത്തി ഇടിയുണ്ട്. ഇവിടേക്ക് ഇടി. ഞങ്ങൾ ഇപ്പുറത്തെ കുറച്ച് ആളുകളുണ്ട്. നിങ്ങൾ അപ്പുറത്ത് മാത്രം എല്ലാവരും ഇടുക. ചന്ത ഉണ്ട് അല്ലേ. നല്ല മണം. ചെമ്മീൻ്റെ ഒരു മണം എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. ചെമ്മീൻ്റെ മണം. അപ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കാം. റെഡി സതീഷേ? സുധാര ടേസ്റ്റ് നോക്കി പറയും. നല്ല ചൂടുണ്ട്. നല്ല ചൂട്. ഞാൻ ആദ്യം ടേസ്റ്റ് പറഞ്ഞിട്ട് ആരും പറഞ്ഞോളെ. അടിപൊളി. സൂപ്പർ സൂപ്പർ. ഇതിലൊക്കെ കഴിക്കാം. ടേസ്റ്റാണോ? കഴിച്ചു നോക്കി സതീഷേ. സാധാരണ നമുക്ക് മാർക്കറ്റിലൊന്നും കിട്ടില്ല. നാട്ടിലൊന്നും കിട്ടാറില്ല അല്ലേ? ഇവിടെ കിട്ടും. വളരെ അപൂർവമാണ്. വളരെ അപൂർവമായിട്ട് കിട്ടും. ഇപ്പോൾ സാധാ ചെമ്മീൻ കിട്ടും. മോനോട്ട് അങ്ങനെയുണ്ട്. കണ്ണാട്ടാ ആണോ? അടിപൊളി. അടിപൊളി. അടിപൊളി.
നമ്മളിത് കുടംപുളിയൊന്നും ഒഴിക്കാതെ വെച്ചാണ്. നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുന്നുണ്ട്, കുടംപുളി ഒഴിച്ചില്ല. കുടംപുളി ഒഴിച്ചിട്ടും ഇതുണ്ടാക്കാം, നല്ലൊരു സംഭവമായിരിക്കും. ആ പുളിയുടെ ഒരു ടേസ്റ്റൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അതെ, സംഭവം ടേസ്റ്റാണ്. എന്താ അത് എങ്ങനെ വെച്ചാലും ഒരു ഏകദേശം ടേസ്റ്റ് കിട്ടും. നമ്മുടെ ഈ പ്രത്യേകതരം കൂട്ടാണത്. അല്ല, ഇക്കടെ വീഡിയോയിൽ നമ്മളിങ്ങനെ ഈ ടേസ്റ്റ് കാണുക ഇത്രയും കാലം അനുഭവിക്കാൻ പറ്റുമല്ലോ. ഇതാരറിയോ? നമ്മുടെ ഒരു സുഹൃത്താണ് അഷ്റഫ് എന്ന് പറഞ്ഞിട്ട്. പുള്ളി 60 രാജ്യങ്ങളിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരു ടൂറിന് വേണ്ടി പോവാണ് പുള്ളി ഏതാണ് എവിടെയാണ് പോകണത്? നമ്മൾ ഒരു കോമ്പറ്റീഷനാണ്, ഒരു ലോകത്തുനിന്ന് മൊത്തം 11 പേരെ സെലക്ട് ചെയ്യാം അതിൽ പങ്കെടുക്കാൻ. മഞ്ഞിൽ ആർട്ടിക്കിൽ -40 ഡിഗ്രിയിലുള്ള ഒരു സാഹസിക യാത്രയാണ്. ഓക്കെ, ഇന്ത്യ അടങ്ങുന്ന 60 രാജ്യങ്ങളിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യുള്ളൂ. അതിലാണ് നമ്മൾ മത്സരിക്കുന്നത്. അപ്പോൾ വോട്ട് കിട്ടിയാലാണ് ജയിക്കുക. വോട്ട് ഓൺലൈൻ വോട്ടിങ്. ഓക്കെ, ഇപ്പം നിലവിൽ നമ്മൾ 2ാം സ്ഥാനത്താണ്. മുമ്പിൽ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ളൊരു കണ്ടസ്റ്റൻ്റാണ് മുമ്പിലുള്ളത്. ഓക്കെ ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വോട്ട് ചെയ്യുക. പുള്ളിക്ക് വേണ്ടി വോട്ട് ചെയ്യുക. ലിങ്ക് വോട്ട് ചെയ്യാൻ ലിങ്ക് നമ്മൾ ചൂടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ പോട്ടെ, അനുഭവിച്ചിട്ട്. -40 ആയതുകൊണ്ട് എപ്പോൾ വരുന്നുള്ളത് പറയാൻ പറ്റില്ല. ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു. അതെ, ഒരു ടാസ്ക്കാണ് ശരിക്കും. തീർച്ചയായിട്ടും. ഓക്കെ, യാത്രയാണ്. അതൊക്കെ നമ്മുടെ ആളുകൾ വോട്ട് ചെയ്യുന്നു. എല്ലാവരും വോട്ട് ചെയ്യുന്നതാണ്. പ്രേക്ഷകർ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പേടിയൊന്നുമില്ല. അതെ, അല്ല, വോട്ടൊക്കെ ചെയ്യാം ആളുകൾ. നിങ്ങൾ പോയിട്ട് വരും. പോയിട്ട് വന്നിട്ട് നമുക്ക് ഇവിടെ അടിപൊളി ഒരു കറിയും കാര്യങ്ങളും. വേറൊരു ചെമ്മീൻ. അതെ, പോയില്ലെങ്കിൽ നമുക്ക് വേറൊരു ചെമ്മീൻ ഉണ്ടാക്കാം. വോട്ട് എന്തായാലും നമ്മുടെ ആളുകൾ ചെയ്യും കേട്ടോ. നിങ്ങൾ സാധനങ്ങൾ കഴിക്കും. നമുക്ക് ഇതിന്റെ പരിപാടി എങ്ങനെയുണ്ടെന്ന് അടിപൊളിയല്ലേ? സംഗതി എന്തായാലും ഞാൻ പറയാം, നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും അടിപൊളി സംഭവമാണ്. നമ്മൾ ഇത്രത്തോളം എത്തുന്നുള്ള പ്രതീക്ഷിച്ചില്ല. ടൈഗർ ഞാൻ ആദ്യമായിട്ട് വയ്ക്കുകയാണ്. നമ്മൾ ചെമ്മീനൊക്കെ ഒരുപാട് കറി വെച്ചിട്ടുണ്ട്. ടൈഗറിൻ്റെ ഒരു സംഭവം നമ്മൾ ആദ്യമായിട്ട് നല്ലൊരു റെസിപ്പി തിരഞ്ഞു പിടിച്ച് നമ്മൾ ഉണ്ടാക്കിയാണ്. അതെന്തായാലും സംഭവം ക്ലാസ്. നിങ്ങളെ അഭിപ്രായം പുള്ളി പറഞ്ഞില്ല. സംഗതി തീർച്ചയായും അടിപൊളി സാധനമാണ്. ഞാൻ എന്താ പറയാ, ആദ്യമായിട്ടാണ് ഒരാളുടെ കൂടെ ഇരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത്. നമ്മളിത് യൂട്യൂബിൽ കണ്ട് വെള്ളം ഇറക്കണതല്ലാതെ എടുത്തു വന്നിരുന്ന് കഴിക്കലിനും കൂടി വേറെ ടേസ്റ്റ് ഉണ്ട്. തീർച്ചയായും നമ്മൾ ഓരോരുത്തരും കഴിക്കുന്നതിന് പകരം ഒരുമിച്ച് പണ്ടത്തെ കഴിക്കുന്നതാണല്ലോ, പണ്ട് നമ്മുടെ നാട്ടിലാണ് കഴിച്ചിരുന്നല്ലോ. സ്നേഹബന്ധമാണ്. തീർച്ചയായും. അപ്പോൾ ഉള്ള ടേസ്റ്റ് വീണ്ടും ഇരട്ടിക്കും. അതെ, ഒരേ പ്ലേറ്റ് നമ്മൾ എല്ലാവരും കൂടെ കഴിക്കണം. സന്തോഷം പറയാം. എങ്ങനെയുണ്ട് മക്കളെ? അടിപൊളി. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങൾ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതിലും നല്ല അടിപൊളി റെസിപ്പിയുമായി നമ്മളെ വീണ്ടും കാണണേ നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നല്ല അടിപൊളി റെസിപ്പിമാർ വീണ്ടും വരാം. ലെസ് ഓക്കെ, ബൈ.